തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി അല്പസമയത്തിനകം പുറപ്പെടും. കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണി നാളെ പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ മങ്ങാട്ട് ഭട്ടതിരി കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കുക. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, പറയൂ. തിരുവോണത്തോടി പുറപ്പെടാനായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആറന്മുളയ്ക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കോട്ടൂർ എന്ന് തിരുവോണത്തോടി പുറപ്പെടുന്നത്. ആറന്മുള എന്നുള്ള തിരുവോണ സദ്യ വിഭവങ്ങളുമായിട്ടാണ് തിരുവോണത്തോണി ആറന്മുളയിലേക്ക് യാത്ര തിരിക്കുന്നത്. പ്രധാനമായിട്ടും നിരവധി ഐതിഹ്യങ്ങൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. മങ്ങാട്ട് ഭട്ടതിരി, അദ്ദേഹം ഈ കോട്ടൂരിലുള്ള ഒരു മങ്ങാട്ടില്ലത്തെ ഭട്ടതിരിയായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം ഇത്തരത്തിൽ കാൽകഴുകിച്ചൂട്ട് എന്ന് പറയുന്ന ചടങ്ങ് നടത്തി വന്നിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് മങ്ങാട്ട് ഭട്ടതിരി ഇത്തരത്തിൽ ഒരു തവണ ഭഗവാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ ആ ചടങ്ങിന് അല്ലെങ്കിൽ കാൽകഴുകിച്ചൂട്ടിന് പ്രത്യക്ഷനാവുകയും തൊട്ടടുത്ത വർഷം മുതൽ തനിക്കുള്ള വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിക്കണമെന്ന് ഭഗവാൻ തന്നെ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും അത് പിൽക്കാലത്ത് ഇങ്ങനെ തുടർന്നു പോരുകയായിരുന്നു. പിന്നീട് ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണത്തിനുള്ള വിഭവങ്ങൾ കൊണ്ടുപോകുന്നത് മങ്ങാട്ട് ഭട്ടതിരിയാണ്. ഇത്തരത്തിൽ തോണിയിലേറിയാണ് ആ വിഭവങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ, ഭക്തജനങ്ങൾ ഈ ഒരു ചടങ്ങുകളിൽ ഭാഗമാകുന്നതിനും കണ്ടു തൊഴുന്നതിനും വേണ്ടിയിട്ട് ഈ കോട്ടൂർ ഭാഗത്തേക്കൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തോണി ഇവിടെ നിന്നും പുറപ്പെടും. ഇന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണി നാളെ പുലർച്ചയോടുകൂടി മാത്രമേ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയുള്ളൂ. നാളെ പുലർച്ചെ 5 മണിയോടുകൂടി ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്ന തോണിയെ ആചാരപൂർവ്വം ക്ഷേത്രത്തിൽ സ്വീകരിക്കുന്നുണ്ടാകും. അതിനുശേഷം ഇവിടെ നിന്നുള്ള വിഭവങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അതാ തിരുവോണത്തോണി പുറപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഹരിനാമ സങ്കീർത്തനത്തോടു കൂടി ഭക്തർ തിരുവോണത്തോണിയെ യാത്രയാക്കുകയാണ്. തോണിയിൽ മങ്ങാട്ട് ഭട്ടതിരിയുണ്ട്, ഒപ്പം ഭഗവാന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുണ്ട്. ഒപ്പം ക്ഷേത്രത്തിൽ, തിരുവാറന്മുള ക്ഷേത്രത്തിൽ അടുത്ത ഒരു വർഷത്തേക്ക് കെടാവിളക്കിൽ കൊളുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദീപവും ഈ ഒരു തോണിയിൽ കൊണ്ടുപോകുന്നുണ്ട്. തോണി ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ തോണിയെ അനുഗമിച്ചുകൊണ്ട് നിരവധി പള്ളിയോടങ്ങളും പോകുന്നുണ്ട്. ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ അനുഗമിക്കുന്നതിന് പിന്നിലും നിരവധിയായിട്ടുള്ള കഥകൾ, ഐതിഹ്യങ്ങളുണ്ട്. അതായത് ഒരു തവണ ഇത്തരത്തിൽ ഭഗവാനുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി ഈ തിരുവോണത്തോണിയിൽ സഞ്ചരിക്കവേ ഈ ഭാഗത്തുള്ള കോവിലന്മാർ എന്ന് പറയുന്ന ചില കരമാടമ്പിമാർ ഈ വള്ളത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ പ്രദേശത്തെ മറ്റ് കരനാഥന്മാർ, ഏകദേശം 18ഓളം കരനാഥന്മാർ വള്ളങ്ങളിൽ എത്തിക്കൊണ്ട് ആ കോവിലന്മാരെ തുരത്തുകയും ഈ തിരുവോണത്തോണിക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐതിഹ്യം എന്നോളമാണ് പിൽക്കാലത്ത് ഇത്തരത്തിൽ ഈ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഈ തിരുവോണത്തോണിയെ അനുഗമിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ തിരുവാറന്മുളയിലെ ഓണ ചടങ്ങുകളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും അത്തരത്തിലുള്ള കഥകളിലൂടെയുമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ള ഈ തിരുവോണത്തോണി അത് കാണാം, വളരെ അലങ്കാരത്തോടു കൂടി അങ്ങനെ ഒരുക്കിയ തോണിയാണ്. നേരത്തെ മങ്ങാട്ട് ഭട്ടതിരി ഈ ഭാഗത്താണ്, കാട്ടൂർ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മങ്ങാട്ട് ഭട്ടതിരി കോട്ടയം ഭാഗത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം മൂലനാളിൽ മറ്റൊരു വള്ളത്തിലേറിയാണ് യാത്ര പുറപ്പെട്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ കാട്ടൂർ ഭാഗത്തെത്തിയത്. തുടർന്ന് കാട്ടൂരിൽ നിന്നും അദ്ദേഹം ഈ തിരുവോണത്തോണിയിലേറി ഭഗവാന് ഇവിടെ നിന്നുള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 18 തറവാടുകളിൽ നിന്നുള്ളതാണ് ഈ വിഭവങ്ങൾ ശേഖരിക്കുന്നത്. ആ വിഭവങ്ങൾ തീർച്ചയായും ആചാരപ്പെരുമയുടെ സമൃദ്ധി വിളിച്ചോതിയുള്ള ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കൂട്ടായ്മകളും ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായി പറയാൻ സാധിക്കുന്നത്.